ഹലോ ജോസേട്ടാ, ഞാൻ വിളിച്ചിരുന്നതേ നിങ്ങളുടെ വണ്ടിയുടെ കാര്യം പറയാനാ. അത് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? എന്താ നിങ്ങൾക്ക് തിരിച്ചു വേണ്ടേ അത്? എന്നാലേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വർക്ക്ഷോപ്പിൽ ഒന്നാമതേ വണ്ടി വെക്കാൻ സ്ഥലമില്ല. നിങ്ങൾ ഉടനെ തന്നെ വന്ന് വണ്ടി കൊണ്ടുപോയേ പറ്റൂ. പണിയൊക്കെ കഴിഞ്ഞു. ഇനിയും ഇടയ്ക്കൊക്കെ വണ്ടിയുടെ ഓയിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എഞ്ചിൻ പണിയാവും. വരണം, അല്ലെങ്കിൽ ഞാനതെടുത്ത് വല്ല ആക്രിക്കും കൊടുക്കും, അത്ര തന്നെ. അല്ല പിന്നെ ഓരോരുത്തന്മാരുടെ ഒരു കാര്യം, വീട്ടിലെ വേസ്റ്റ് വണ്ടികളൊക്കെ എടുത്ത് വർക്ക്ഷോപ്പിൽ തള്ളിട്ട് പോകും സ്ഥലം മെനക്കെടുത്താനായിട്ട്. എന്താണ് വലിയ ദേഷ്യത്തിലാണല്ലോ? ഹലോ, നീ ഇതെന്താ ഈ വഴിയൊക്കെ? ഇതെന്താ പബ്ലിക് റോഡല്ലേ? ഞാൻ ബസ് സ്റ്റാൻഡിൽ ഒരു ഓട്ടോയ്ക്ക് വേണ്ടി ഇതിലെ വന്നതാ. ഓട്ടോ ഒന്നും കിട്ടുന്നില്ല. അതിന് നിനക്ക് എന്നെ ഒന്ന് കോൾ ചെയ്താൽ മതിയായിരുന്നല്ലോ. സാരില്ല, വാ കേറ്, ഞാൻ സ്റ്റാൻഡിലോട്ട് തരാം. ഏയ് അത് വേണ്ട. നീ വേറെന്തോ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയതല്ലേ? ഞാൻ നടന്നോളാം, എനിക്ക് ധൃതി ഒന്നുമില്ല. ഓട്ടോ വന്നോളും. അധികം കാത്തു നിന്നാ നീ കോളേജിൽ എത്താൻ രാത്രിയാവും. ഞാൻ കൊണ്ടുവിടാന്നേ. ഇലഞ്ഞിക്കൽ വീട്ടിലൊരാള് ഇങ്ങനെ വഴിയിൽ നിൽക്കുന്ന കാണുമ്പോ എനിക്കങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? പണ്ട് നിന്റെ അച്ഛൻ നമ്മളെ സൈക്കിളിൽ കയറ്റി ഒരുമിച്ച് സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു കടം വീട്ടിലാന്ന് കരുതിയാ മതി. അതൊരിക്കലേ നീ കാല് വയ്യാതെ റോഡിലൂടെ നടക്കുന്നത് കണ്ടപ്പോഴല്ലേ. നമ്മൾ തമ്മിൽ രക്തബന്ധമൊന്നുമില്ലല്ലോ. രക്തബന്ധത്തെക്കാൾ വലുതാണ് സൗഹൃദ ബന്ധം. ഓ, എന്റെ കളിക്കൂട്ടുകാരിയെ തുടങ്ങിയിട്ട് നീ അങ്ങ് ജയിച്ചു പോയി. ഞാൻ തോറ്റു തുന്നം പാടി പുറത്ത്. അന്നേ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതാ, ഒരിക്കലെങ്കിലും എനിക്ക് നിന്റെ മുന്നിലിരിക്കണമെന്ന്. അതാ എന്റെ ബൈക്കിന്റെ പിന്നിലിരിക്കാൻ പറഞ്ഞത്. വാടി, നിനക്കൊരു പോറല് പോലും വെക്കാതെ നിന്നെ ഞാൻ കൊണ്ടുപോവാന്നേ, പ്ലീസ്. മതി മതി, വാചകോടി നിർത്തിയിട്ട് വണ്ടി ഞാൻ കേറാം. എപ്പ എടുത്തത് ചോദിച്ചാ മതി. പോവാ. മതി മതി മതി, ഇവിടെ നിർത്ത്. ഇവിടെ നിന്ന് ഇനി എനിക്ക് ബസ് കിട്ടിക്കോളൂ. താങ്ക്സ്. ദാ ഇത് വെച്ചോ. എന്താ ഇത്? കാശ്. എന്തിന്? ഇവിടെ വരെ ഇറക്കി തന്നതല്ലേ. എനിക്ക് കാശൊന്നും വേണ്ട, ഇത് ലിഫ്റ്റ് അല്ലേ. സോറി, ലിഫ്റ്റ് ആയാലും പെട്രോള് കത്തിച്ചല്ലേ. ഇത് വാങ്ങ. ഓട്ടോ വിളിച്ചാലും ഞാൻ കൊടുക്കേണ്ട കാശാ. ഞാൻ വാങ്ങില്ല, ഞാൻ അത്തരക്കാരനല്ല. എന്നാലേ ഞാൻ അത്തരക്കാരിയാണ്. ബാധ്യതയും കടപ്പാടും ഒന്നും എനിക്ക് പറ്റില്ല. നീ എനിക്കൊരു സഹായം ചെയ്തു, ഞാൻ അതിന് പ്രതിഫലം തരുന്നു. അതോടെ അത് തീർന്നു, അത്രേ ഉള്ളൂ. പോട്ടെ, ബസ് ഇപ്പൊ വരും. ഗുഡ് മോർണിംഗ് സാർ. തന്റെ മുതലാളി ഉണ്ടോ ഇവിടെ? ഇതുവരെ വന്നിട്ടില്ല സാർ. നിന്നെ ഞാനിവിടെ വാഴിക്കില്ലടി. രോഹിണി ഒന്ന് വന്നേ. മഞ്ജു,
എന്താടി ഇവിടെ നടക്കുന്ന നാടകം? നിനക്കെന്താടി എന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ലേ? ആ വിനയൻ നിനക്ക് ആരാടി? പറഞ്ഞേ, കേക്കട്ടെ ഞാൻ. അത് ചോദിക്കാൻ ഇയാൾ ആരാണെന്ന് മനസ്സിലായില്ല. ഹാ! ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല അല്ലടി? നിന്റെ അമ്മാവനും അമ്മായിയും വന്ന് കാല് പിടിച്ചപ്പോ നാട്ടിൽ നിന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ജോലി വാങ്ങിച്ചു തന്ന എന്നെ നിനക്ക് അറിയില്ല അല്ലടി? നന്ദിയില്ലാത്ത ഇവിടെ ജോലി കിട്ടിയപ്പോ നിനക്ക് അവനെ മതി. അവനെ സന്തോഷിപ്പിച്ചാൽ ആ ജീവനാന്തം ഇവിടെ കഴിയാമെന്ന് വിചാരിക്കുന്നു. അവന്റെ ആയിട്ട് സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യും? എന്നെ മൂക്കിലോട്ട് വലിച്ചു കയറ്റുവോ? ദേ നോക്ക്, അവനെ വളച്ചെടുത്ത് ഇതൊക്കെ നിന്റേതാക്കാമെന്നാണ് നിന്റെ സ്വപ്നമെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ. ഈ അലക്സി വിചാരിച്ച ഏത് നിമിഷവും ഈ സ്ഥാപനത്തിന് പൂട്ടു വീഴും. അത്രയ്ക്ക് വലിയ കാശിന്റെ ബാധ്യതയാ അവൻ എന്നോടുള്ളത്. വിനയചന്ദ്രൻ മാത്രം ഒറ്റയ്ക്ക് വിചാരിച്ച നിന്റെ ഈ ജന്മം കട കൊണ്ടുപോകാൻ പറ്റത്തില്ല. മനസ്സിലായടി നിനക്ക്? അവസാനമായിട്ട് ഒരു അവസരം കൂടി തരും ഞാൻ. എന്നിട്ടും നിനക്കവനെ മറക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. നിനക്കിനി ഇവിടെ ജോലിയില്ല. ഇപ്പൊ തന്നെ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അവൾ എങ്ങോട്ടും പോകുന്നില്ല. രോഹിണി, നീ കൗണ്ടറിലേക്ക് ചെല്ല്. കസ്റ്റമേഴ്സ് ഉണ്ട് അവിടെ. പറ്റില്ല. ഇവൾ ഇനി ഇവിടെ ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് തീരുമാനം. അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്, നീയല്ല. എനിക്ക് ലൈസൻസ് ഉള്ള ഞാൻ നടത്തുന്ന സ്ഥാപനമാണിത്. ഇവിടെ ആര് ജോലി ചെയ്യണം ജോലി ചെയ്യേണ്ടെന്ന് 3-1 പാർട്ട്ണർ മാത്രമായ നീ തീരുമാനിക്കണ്ട. രോഹിണി, നിന്നോടാ പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞത്. തീർത്ത് തരാടാ. അപ്പോ നീ ഞാനുമായിട്ട് മുട്ടാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? തെറ്റ്. എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. എല്ലാം മുമ്പത്തെ പോലെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഓ, അതുകൊണ്ടായിരിക്കും നീ അവളുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി എന്നെ ഒന്നും അല്ലാതാക്കിയതല്ലേ? എടാ, ഇവളെപ്പോലുള്ള എത്ര പെൺകുട്ടികളെ വേണമെങ്കിലും എനിക്ക് കിട്ടും, അറിയോ നിനക്ക്? പക്ഷെ അവളെ കിട്ടില്ല, അതാണ് സത്യം. തെറ്റ്. ഇവളെയും കിട്ടും. അലക്സി വിചാരിച്ച നാളെ അലക്സിയുടെ വീട്ടിലെ അലക്സിയുടെ മെത്തയില് ഇവള് കിടന്ന് ഉറങ്ങും. കാണണോ നിനക്ക്? അവളെ പറ്റി ഇനിയൊരു അനാവശ്യം പറഞ്ഞ കൊന്നുകളയും നിന്നെ ഞാൻ. നീ വെറുതെ ഇരിക്ക്. കൈയെടുക്ക്. മാറ്. മാറി നിൽക്കണം അവിടുന്ന്. എന്തായി കാണിക്കുന്നേ? മാറി നിൽക്ക്. ഒരു പെണ്ണിന്റെ പേരിൽ കയ്യാങ്ങൾ തുടങ്ങിയോ രണ്ടുപേരും? നീ എന്നെ അടിച്ചു കൊല്ലടാ. അത് കൊണ്ടതിന്റെ മനസ്സിലാ. ഇന്ന് മുതൽ നിന്റെ നാശത്തിന്റെ ഓരോ ദിവസവും നീ എണ്ണിക്കോ. നിന്നെ വിശ്വാസ വഞ്ചനയ്ക്ക് അഴിക്കുള്ളിലാക്കാനുള്ള എല്ലാ രേഖകളും നീ തന്നെ എനിക്ക് തന്നിട്ടുണ്ട്. നിന്നെ ഇനി ഞാൻ പുറലോകം കാണിക്കലടാ. അലക്സി, നിങ്ങളും മിണ്ടരുത്. ഇവന് വേണ്ടി നിങ്ങൾ എന്റെ മുന്നിലേക്ക് വന്ന ആ നിമിഷം നമ്മൾ തമ്മിലുള്ള ബന്ധം തീരും. ഇവൻ എങ്ങനെ ആ പെണ്ണുമായിട്ട് ജീവിക്കുന്നു എനിക്കൊന്ന് കാണണം. ആ ഒരു നശിച്ചവള് കാരണം നീയും നിന്റെ പെങ്ങന്മാരും അവിടത്തെ പ്രായമായവരും വഴിയാധാരമായില്ലെങ്കിൽ നീ ഈ അലക്സിയെ ദേ ഇങ്ങനെ വിളിച്ചോ. കാണാം നമുക്ക്. എടാ, നീ അധിക നാൾ ഇവിടെ ജോലി ചെയ്യത്തില്ലടി. നീ എങ്ങും എത്തില്ല, എത്തിക്കില്ലടി ഞാൻ. ഇത് അലക്സിയുടെ വാക്കാണ്. വിനയ, ഇക്ക ഞാനായിട്ടല്ല, അവനാണ് ഇങ്ങോട്ട് കയറി. വേണ്ട. എല്ലാം കൈവിട്ടു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിന്റെ അങ്ങോട്ടുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് വിചാരിച്ചോ?
അവൻ നിനക്ക് വേണ്ടി ലക്ഷങ്ങളാണ് ഈ സ്ഥാപനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, വിത്ത് റിട്ടൺ റെക്കോർഡ്സ്. അത് പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അവൻ തന്ന ഓരോ ചില്ലിക്കാശിനും ചെക്കടക്കം എല്ലാ രേഖകളും നീ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അത് വെച്ച് അവൻ വിശ്വാസവഞ്ചനയ്ക്ക് കേസ് കൊടുത്താ നീ അകത്തു പോകുന്നുള്ള കാര്യം ഉറപ്പാണ് വിനയ. കോടതിയിലെ വലിയ വക്കീലാ അവന്റെ അച്ഛൻ. അവൻ അതിനുള്ള സ്വാധീനവും സമ്പത്തും ഉണ്ട്. നിനക്കവനെ ശരിക്കും അറിഞ്ഞൂടാത്തോണ്ടാ വിനയ. ഇക്ക, ഞാനിതൊന്നും ആലോചിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ഉള്ളതല്ല. വേണ്ട വിനയ, വിട്ടേക്ക്. എനിക്കിനി നിങ്ങളുടെ ഇടയിൽ റോൾ ഇല്ല. എല്ലാം കൈവിട്ടു പോയി. സ്വയം ജയിക്കാനും ശത്രുവിനെ തോൽപ്പിക്കാനും ഒട്ടും മടിക്കില്ല അവൻ. എനിക്കിനി ഒന്നും പറയാനില്ല. ഇനി എന്ത് സംഭവിച്ചാലും നീ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യ്, ചിന്തിക്ക. ഞാൻ പോവാ വിനയ. വായിക്ക്. മണ്ണിന്റെ മണം. ഒരിക്കൽ ഒരിടത്ത് രാമു എന്നൊരു കൃഷിക്കാരനുണ്ടായിരുന്നു. ഒരു ദിവസം രാമു വയലിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. വയൽ അവസാനിപ്പിക്കുന്നിടത്ത് എത്തിയപ്പോൾ നല്ല മണം. ആ, ഇനി മിനിക്കുട്ടി ഇരുന്നോ. ആദ്യം വായിക്ക്. രാമു ചുറ്റും നോക്കി. പൂക്കളോ മറ്റു മണമുള്ള സാധനങ്ങളോ ഒന്നും അവിടെയില്ല. പിന്നെ ഈ മണം എവിടെ നിന്ന് വരുന്നു? രാമു ചുറ്റും തിരയാൻ തുടങ്ങി. കുറെ നനഞ്ഞ മണ്ണല്ലാതെ ഒന്നും അവിടെ കണ്ടില്ല. ശരി, ഇനി ഇരുന്നോ. രാമു കുറച്ച് മണ്ണെടുത്ത് മണത്ത് നോക്കി. ഹായ്, നല്ല മണം. ഈ മണം നിനക്ക് എവിടുന്ന് കിട്ടി? രാമു മണ്ണിനോട് ചോദിച്ചു. ഇത്രയും നാൾ ഇവിടെ ഒരു മുല്ലച്ചെടി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കൊഴിഞ്ഞു വീണ പൂവുകളിൽ നിന്നാണ് എനിക്ക് ഈ മണം കിട്ടിയത്. നല്ല ആളുകളുമായുള്ള കൂട്ടുകെട്ട് നമുക്ക് നല്ലതേ തരൂ. മണ്ണ് പറഞ്ഞത് ശരിയാണെന്ന് രാമുവിന് തോന്നി. എന്താ, എല്ലാവർക്കും കഥ ഇഷ്ടായില്ലേ? ആ, എന്നാ പറ, എന്താണ് നമ്മൾ ഇതിൽ നിന്നും പഠിച്ച ഗുണപാഠം? ആ, അപ്പോ ഇന്നത്തേക്ക് മതി. നാളെ അവധിയല്ലേ? എല്ലാവരും രാവിലെ 9 മണിക്ക് തന്നെ വരണം. ഇപ്പൊ പൊയ്ക്കോ. ആ, പിന്നെ ഇതിൽ 2 പേര് 2 മാസത്തെ ഫീസ് തന്നിട്ടില്ല. വിമല ടീച്ചർ ചോദിച്ചു എന്ന് അമ്മയോട് ചെന്ന് പറയണം കേട്ടോ. ഏതാടി അവൻ? ബോസ്കോ, എന്റെ ഫ്രണ്ടാ. ഫ്രണ്ട്. അവനെ കണ്ടാൽ തന്നെ അറിയാം അവനൊരു ഫ്രോഡാണെന്ന്. ഇത്തരം വൃത്തിയേട്ടന്മാരുമായിട്ടാണോ ഇപ്പോഴും നിന്റെ കൂട്ട്? വലിയച്ചിക്ക് എങ്ങനെ അറിയാം അവൻ ഫ്രോഡാണെന്ന്? ബോസ്കോയുടെ അച്ഛൻ സിവിൽ എഞ്ചിനീയറാ, അമ്മ ഡോക്ടറും. വെറുതെ വായി തോന്നുന്നു വിളിച്ച് പറയല്ലേ. ഓ, എന്ത് എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും ആ ചെക്കന്റെ കോലം കണ്ടാൽ അറിയാം പോക്ക് കേസാണെന്ന്. പണ്ട് ഇതുപോലൊരുത്തൻ്റെ കൂടെ ബൈക്ക് വന്നതിന് ഏട്ടൻ്റെ ഇന്ന് തട്ട് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. ശരി, ഞാൻ ഇനി ആരുടെ ബൈക്കിലും പോകുന്നുമില്ല വരുന്നുമില്ല. എനിക്കൊരു 2 വീലർ വാങ്ങിത്താ. അല്ലെങ്കിൽ ഏട്ടൻ തന്നെ എന്നെ കൊണ്ടാക്കാനും വിളിക്കാനും ബൈക്കുമായിട്ട് ക്ലാസ്സിൽ വന്നാ മതി. ഓ, അതല്ലേ അവനിപ്പോ ജോലി. എടി, പണ്ടേ നിനക്ക് അവനോട് പരിഹാസമാണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്നും നിനക്കൊക്കെ വേണ്ടിയാ അവൻ രാപകൽ വിശ്രമം ഇല്ലാതെ ഓടുന്നത് എന്ന ചിന്ത ഒരിക്കലുമില്ല. ദേ, ഇപ്പോ തന്നെ നിനക്ക് എൻട്രൻസ് എഴുതണോന്ന് പറഞ്ഞപ്പോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവൻ കോച്ചിങ് ക്ലാസ്സിന് പറഞ്ഞു വിട്ടത്. കാശ് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് നീയൊക്കെ അന്വേഷിക്കാറുണ്ടോ? അങ്ങനൊരു ചിന്ത ഇവക്ക് ഉണ്ടായിരുന്നെങ്കിലേ കണ്ട അലവലാദികളുടെ കൂടെ ഇവള് ബൈക്കിൽ ഇങ്ങനെ കറങ്ങില്ലായിരുന്നല്ലോ. അതെ ചേച്ചി, ചേച്ചിക്ക് അസൂയ, അതിന് മരുന്നില്ല. ഒപ്പം ഫ്രസ്ട്രേഷനും. ചേച്ചി പഠിക്കാൻ പോണ കാലത്ത് ബൈക്ക് കൊണ്ടുവിടാൻ ഒരുത്തന്മാരും ഇല്ലായിരുന്നു. അതെങ്ങനെ? പേപ്പറിൽ പ്രേമലേഖനം എഴുതി ബസ് സ്റ്റാൻഡിലും വഴിയരികിലും കാത്തു നിൽക്കുന്ന കാലമല്ലേ ഇതേ. മൊബൈൽ ഫോണിന്റെ ഇന്റർനെറ്റിന്റെയും കാലമാ.
ഇതിനൊക്കെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഛി, നിർത്തടി. അവളുടെ ഒരു പത്രാസ്. നീ ചേച്ചിയെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. മൊബൈലൊക്കെ ഉണ്ടെങ്കിലും ഇവളും വിസ്മയും നല്ല അടക്കത്തിലും ഒതുക്കത്തിലുമാ ഇവിടെ ജീവിക്കുന്നത്. നിനക്ക് മാത്ര ഇത്ര നെകളിപ്പ്. അതെ, അതൊക്കെ നിങ്ങളുടെ തോന്നലാ. മറ്റുള്ളവരെ പോലെ എന്റെ മനസ്സിൽ കള്ളത്തരമൊന്നുമില്ല. ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡാ. എല്ലാവരോടും ഫ്രീ ആയിട്ട് ഇടപഴകും. പറയാനുള്ളത് അവരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ എന്റെ സ്വഭാവം നെകളിപ്പായിട്ട് തോന്നുന്നത്. ശരി ശരി, ഇവളോടൊക്കെ സംസാരിക്കാൻ നിന്നാലേ നമ്മൾ തോൽക്കത്തേ ഉള്ളൂ. ഞാൻ അടുക്കളയിൽ പോയി അല്പം വെള്ളം കുടിക്കട്ടെ. ഹലോ, അമ്മതാ കണ്ടല്ലോ, അമ്മയുടെ മൂത്ത മോളുടെ അടക്കം ഒതുക്കും. ഞാൻ പബ്ലിക്കായിട്ടൊരു പയ്യന്റെ ബൈക്കിൽ വന്നപ്പോ അവൻ ഫ്രോഡ്. വിമലേച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഫോണും ഓട്ടവും കള്ളത്തരവും ഇപ്പോഴേ ശ്രദ്ധിച്ചാ നമുക്ക് കൊള്ളാം. അല്ലെങ്കിൽ മിണ്ടാപ്പൂച്ച കലവടയ്ക്കുമ്പോ എന്റെ പുന്നാര അമ്മയ്ക്ക് കരഞ്ഞോണ്ടിരിക്കാനേ സമയം കാണൂ. ഇന്നു മുതൽ നിന്റെ നാശത്തിന്റെ ഓരോ ദിവസവും നീ എണ്ണിക്കോ. നിന്നെ വിശ്വാസവഞ്ചനയ്ക്ക് അഴിക്കുള്ളിലാക്കാനുള്ള എല്ലാ രേഖകളും നീ തന്നെ എനിക്ക് തന്നിട്ടുണ്ട്. നിന്നെ ഇനി ഞാൻ പുറലോകം കാണിക്കലടാ. സാർ സാർ ആ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ സമയമായി. സ്റ്റാഫുകളെല്ലാം പോയി കഴിഞ്ഞു. ആ രോഹിണി പോയോ? ഇല്ല. രാജ്യം പൊക്കോളൂ. ഷോപ്പ് ഞാൻ ക്ലോസ് ചെയ്തോളാം. ശരി സാർ. ചേച്ചി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. നാളെ കുറച്ച് താമസിച്ചേ വരൂ. കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയി തുള്ളിമരുന്ന് കൊടുക്കേണ്ട ദിവസാ. ശരി. രോഹിണി നിക്ക്. ഞാൻ പറയുന്നത് സമാധാനമായിട്ട് നീ ഒന്ന് കേക്ക്. ഞാനിപ്പോ 100 കൂട്ടം പ്രശ്നങ്ങൾക്കിടയിൽ പെട്ടിരിക്കുക. ഒരു കാര്യത്തിലും ഒരു പരിഹാരം കാണാനോ തീരുമാനത്തിലെത്താനോ പറ്റുന്നില്ല. ഇതുപോലൊരു പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. സത്യം പറയാലോ, ഓരോന്നാലോചിച്ചിട്ട് ഉറക്കം വരുന്നില്ല. ദയവ് ഇത് നീ ഇങ്ങനെ മുഖം കറുപ്പിച്ച് നിൽക്കല്ലേ. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും എന്നെ അടിക്കാൻ നിനക്ക്. പക്ഷേ ഇക്കാര്യത്തിൽ നീ എന്നെ അനുസരിക്കണം. ഇതെന്റെ അപേക്ഷയാണ്. നോക്ക്, ഞാൻ ഒരുപാട് ആലോചിച്ചു. ഒരുപാട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ ശ്രമിച്ചാലും എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അതാണ് സത്യം. ഇപ്പൊ നിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ ആദ്യം ഈ സ്ഥാപനം വേണ്ടാന്ന് വെക്കണം. വിമലയുടെ കല്യാണം നടത്താൻ പറ്റില്ല എനിക്ക്. ഡോക്ടർ ആവാൻ നിൽക്കുന്ന വിസ്മയുടെയും എൻട്രൻസ് എഴുതുന്ന വീണയുടെയും പഠനം മുടങ്ങും. ഇതിനൊക്കെ ഇപ്പൊ ഞാൻ എന്ത് വേണോന്നാ പറയാം. നീ ഒന്ന് ക്ഷമിക്ക്. അറിയാലോ, ഒരുപാട് ഭീഷണിക്ക് നടുവിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. അതൊന്ന് തരണം ചെയ്യാൻ സമയം വേണം. അതിനുവേണ്ടി 1-2 വർഷം കൂടി നീ എനിക്ക് വേണ്ടി കാത്തിരുന്നേ പറ്റൂ. അതുവരെ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വരും. കൊള്ളാം. അതിലും ഭേദം നിങ്ങളെപ്പോലൊരു ചതിയനെ വേണ്ടെന്ന് വെക്കുന്നതാ. രോഹിണി, പ്ലീസ് ഇമോഷണലാവാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാനിപ്പോ നിന്നെ വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ സഹോദരിമാർക്ക് നല്ലൊരു ഭാവി ഇല്ലാതാവും. നിങ്ങളുടെ ഈ സ്ഥാപനം പൂട്ടേണ്ടി വരും. നിങ്ങളുടെ സുഹൃത്തുക്കളെ നഷ്ടപ്പെടും. മനസ്സിലായി? പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ സ്വന്തമാ? എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞപ്പം നിങ്ങളുടെ അല്ലേ? എന്തുകൊണ്ട് അത് നിങ്ങളുടെ സ്വന്തമാണെന്ന് ചിന്തിക്കാത്തെ? രോഹിണി, മതി വിശദീകരിക്കൽ.
എന്റെ ജീവിതം എന്തായാലും നിങ്ങൾക്ക് പ്രശ്നമല്ലല്ലോ. അപ്പൊ പിന്നെ എന്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുന്ന ഈ മനസ്സുകൊണ്ട് എന്നെയും വേണ്ടെന്ന് വെച്ചാ മതി. ഈ പ്രേമകഥ നമുക്കങ്ങ് അവസാനിപ്പിക്കാം. എന്റെ രോഹിണി, നീ എന്റെ മനസ്സറിയാതെയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. എനിക്ക് നിന്നെ ഒഴിവാക്കി ഒരു ജീവിതമില്ലാത്തത് കൊണ്ടാണ് കാത്തു നിൽക്കാൻ പറയുന്നത്. കുഞ്ഞിനെ നശിപ്പിക്കാൻ പറയുന്നത് എന്റെ ഗതികേട് കൊണ്ടാണ്. എനിക്കറിയാം. ശരി ശരി, എന്തിനാ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും തർക്കിക്കുന്നത്? ഞാൻ ചത്ത നിങ്ങളുടെ ഗതികേട് മാറുമെങ്കിൽ എന്നെ അങ്ങ് കൊന്നുകള നിങ്ങള്. ചോദിക്കാനും പറയാനും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. എന്നാ ഇപ്പൊ തന്നെ ആവാത്, വേഗം ആവട്ടെ. ഇപ്പൊ ഇവിടെ ആരുമില്ല, സംഗതി എളുപ്പവും. വേണ്ടടി, വേണ്ട. ഞാൻ മിണ്ടാതെ നിന്നുതരാം. എന്നെ ഇതിനകത്ത് പൂട്ടിയിട്ടിട്ട് നീ പോയാ മതി. ഞാൻ സ്വയം തുണികൾക്ക് തീയിട്ടിട്ട് ചത്തോളാം. മനുഷ്യന് മരണത്തിലെങ്കിലും അല്പം സമാധാനം കിട്ടിക്കോട്ടെ. എന്റെ അമ്മ, സഹോദരിമാർ, മുത്തശ്ശൻ, മുത്തശ്ശി, അവരുടെ ഒന്നും മുഖം പിന്നെ എനിക്ക് കാണണ്ടല്ലോ. എന്തിന്? അതിലും ഭേദം ഞാനും എന്റെ കുഞ്ഞു ഇവിടുന്ന് പോകുന്നതല്ലേ. നിങ്ങൾക്ക് സൗകര്യമാവുമല്ലോ. ശരി, എങ്കിൽ അങ്ങനെ ആയാലും മതി. എങ്ങോട്ടെങ്കിലും പോടി നീ. ബാക്കി ഞാൻ കണ്ടോളാം. എവിടെങ്കിലും പോയി ചത്തൊടുക നീ. നിനക്കൊന്നും മനുഷ്യന്റെ അവസ്ഥ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. വിനയചന്ദ്രന്റെ മനസ്സറിയാൻ ഈ ഭൂമിയിൽ ആരുമില്ല. ആരും. പ്രേമിച്ചു എന്നുള്ളൊരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് ഇങ്ങനെ ശിക്ഷിക്കരുത്. കഷ്ടം. അതെ, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ദഹിക്കില്ല ചന്തു. ബൈക്കുകാരനൊരു ലിഫ്റ്റ് കൊടുത്താൽ ആരും തന്നെ ബൈക്കുകാരന് കാശ് കൊടുക്കാറില്ല. കൊടുത്ത ചരിത്രം കേട്ടിട്ടുമില്ല. ആ, അതാണ്. കൊടുക്കാറില്ലല്ലോ. ഇല്ല. ഇല്ലല്ലോ, തീർച്ചയല്ലേ? ആ, അത് തന്നെ. ശരി, പിന്നെ എന്തുകൊണ്ടാണ് വിസ്മയ എനിക്ക് കാശ് തന്നത്? അത് പറ. എന്തുകൊണ്ടാന്ന് വെച്ചാ, അതെ, ഞാൻ പറയാം. അവൾക്ക് എന്നോട് ഇഷ്ടമുള്ളതുണ്ട്. അവള് ഡോക്ടർ ആവുമ്പോ ഈ ചന്തുവും വലിയൊരു കാശുകാരനാവണമെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാവും. അതാണ് കരുതൽ, അതാണ് ഇഷ്ടം. മനസ്സിലായോ? മനസ്സിലായി. നീയേ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല. തലയിൽ എഴുതാ. ഞാൻ കാല് കഴുകിട്ട് വരാം. ബൈജു ഡോക്ടറോ? സാറെന്താ സ്കൂട്ടറില്? കാറ് സർവീസിന് കൊടുത്തു. മിസ്സസിന്റെ സ്കൂട്ടർ എടുത്തപ്പോ ലൈറ്റ് കത്തുന്നില്ല. അത് ബൾബ് മാറ്റിയാ മതി സാറേ, അധികം ഉപയോഗിക്കാണ്ടിരുന്നല്ലേ. ഷോപ്പ് അടച്ചോ? ഇതൊന്ന് നന്നാക്കി തരാൻ. അടയ്ക്കാൻ തുടങ്ങിയതാ, പക്ഷെ സാറിന് സ്കൂട്ടർ റെഡി ആക്കിയിട്ടേ ചന്തു കട അടയ്ക്കൂ. ആശാനേ, ആശാനേ, ഇത് പണിയാവുമല്ലോ. ഓരോരുത്തന്മാർക്ക് വണ്ടിയും കൊണ്ടുവരാൻ കണ്ട നേരം. ആശാനേ, ആ സ്ക്രൂ ഡ്രൈവറും സ്പാനറും എടുത്തിട്ട് വരുമോ? അതൊക്കെ തുടച്ചു വെച്ചേക്കുക. തുടച്ചു വെച്ചാലെന്താ? വീണ്ടും തുടച്ചൂടെ? ഒന്ന് എടുത്തിട്ട് വാ ആശാനെ. ഡോക്ടറെ, സെൻട്രൽ സ്റ്റാൻഡിൽ സാറേ, ഏത് പാദയാത്രയും രോഗിയും കൊണ്ട് ആള് വന്ന സാറ് പരിശോധിച്ച് മരുന്ന് കൊടുക്കാറില്ലേ? നമ്മളും അങ്ങനെ തന്നെയാ. ഒരു മെക്കാനിക്കിന്റെയും ഡോക്ടറുടെയും ആവശ്യം ഏത് നേരത്താ വരിക എന്ന് പറയാൻ പറ്റില്ല സാറേ. ഇത് രണ്ടും ലോകത്തിന് അത്യാവശ്യ. അതുകൊണ്ട് ഒരു ഡോക്ടറുള്ള വീട്ടില് ഒരു മെക്കാനിക്കും വേണമെന്ന് ഞാൻ പറയും. എന്താ ആശാനെ, ശരിയല്ലേ? അതെ അതെ, നടന്നത് തന്നെ. നടക്കും, അല്ലെങ്കിലേ നടത്തി കാണിക്കും നമ്മള്. ആശ നോക്കിക്കോ. ഓ, കാണിച്ചാ മതി. നീ പണി തീർക്കാൻ നോക്ക്. അല്ല ഡോക്ടർ സാറേ, ഒരു സംശയം. ഈ MBBS പഠിച്ചിറങ്ങിയ ഉടൻ തന്നെ ഹാർട്ട് അറ്റാക്ക് നോക്കാനും പ്രസവിപ്പിക്കാനൊക്കെ പറ്റുമോ? അതിനൊക്കെ സ്പെഷ്യലായിട്ട് കൂടുതൽ പഠിക്കണം.
കാർഡിയോളജി, ഗൈനക്കോളജി എന്നൊക്കെ പറയും. ഓ ആണല്ലേ. ഞാൻ കരുതി MBBS കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന്. ഡോക്ടറായിട്ട് പ്രാക്ടീസ് തുടങ്ങാൻ പറ്റും, പക്ഷേ PG കൂടെ ചെയ്യുന്നതാണ് അത്യാവശ്യം. ചന്തുവിനെന്താ ഇക്കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ്? അത് സാറേ, ഇവൻ രാത്രി വർക്ക്ഷോപ്പ് പണി നിർത്തി നാളെ മുതൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പണിക്കിറങ്ങാൻ പോവുക. ഡോക്ടർ ചന്ദ്രകുമാർ MBBS എന്നാ മുഴുവൻ പേര്. ബാസിയേട്ടൻ അങ്ങനെ കളിയാക്കണ്ട. ചന്തു തത്വത്തിലൊരു ഡോക്ടർ തന്നെയാ. ഞങ്ങൾ മനുഷ്യ ശരീരം വെട്ടിക്കീറി പരിശോധിക്കുമ്പോൾ ചന്തു വണ്ടികളുടെ ബോഡി പൊളിച്ച് പരിശോധിച്ച് ചികിത്സ നിശ്ചയിക്കും. ഇപ്പോ ചന്തു ചെയ്യുന്നതേ സ്കൂട്ടറിന്റെ കാഴ്ചശക്തി ശരിയാക്കല. അല്ലെന്ന് പറയാൻ പറ്റുമോ ബാസിയേട്ടന്? അതൊന്നും പറഞ്ഞ ആശാന് മനസ്സിലാവില്ല സാറേ. ഒരു മെക്കാനിക്കും ഒരു ഡോക്ടർ പെണ്ണും തമ്മിൽ പ്രേമിച്ചാലും കല്യാണം കഴിച്ചാലും ഈ ഭൂലോകം തന്നെ ഇടിഞ്ഞു വീഴുമെന്നാ ഇവരുടെയൊക്കെ വിചാരം. അതെ, ഞാനിവിടെ നിന്നാ ശരിയാവില്ല. നീയേ ടൂൾസ് ഒക്കെ എടുത്ത് അകത്ത് വെച്ചോ, നാളെ കാണാം. അവൻ്റെ ഒരു MBBS. இந்த ஊர்ல மாத்திரம் அல்ல, நம்ம ஊரிலும் இதேதான். காதலுக்கு மரியாதை கிடைக்காது. அதுதான் நான் இந்த பைத்தியத்துக்கு போகவே இல்லை. நீ அந்த முட்டாள நினைச்சு கவலைப்படாதே, நிம்மதியா இரு. நான் 2 நாள் கழிச்சு வரும்போது உன்னை சிரிச்ச முகத்தோட தான் பார்க்கணும். ஓகேவா? നീ ട്രെയിനിലാണോ പോകുന്നത്? ஆமா, காலை 5 மணிக்கு நாகர்கோவில் சென்று சேர்ந்துடும். டா பாரு, இதுதான் என்ன பொண்ணு பார்க்க போற மாப்பிள்ளை. பேரு வெற்றிவேர், வேலை விவசாயம், கிருஷின்னு நீங்க சொல்லு. மாப்பிள்ளை ஊரு டிண்டிகல். அவரு அப்பா அம்மா தங்கச்சி எல்லாருமே என்ன பாக்குறதுக்கு நாளை வீட்டுல வரும். என்ன மாப்பிள்ளை பாத்தீங்களா? எப்படி இருக்கு? കൊള്ളാം. MGR ചെറുപ്പമായതുപോലെയുണ്ട്. அப்படியா? இருக்கட்டும். அவருக்கு என்ன பிடிக்குமா பிடிக்காதா நீயே சொல்லு, കേക്കട്ടും. പിന്നെന്താ, നിന്നെ പിടിക്കുകയും ചെയ്യും, പിടിച്ച് കല്യാണം കഴിക്കുകയും ചെയ്യും. നീ മധുര മീനാക്ഷിയല്ലേ? அது கொஞ்சம் ஓவரா தெரியுது. இருக்கட்டும். நான் போய் திரும்பி வரும்போது பாக்கி எல்லா விசேஷமும் சொல்லலாம். இறங்கட்டுமா? இனி லேட்டாச்சா ട്രെയിൻ கிடைக்காது. നില്ല, ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് നിന്നെ പിടിക്കും. പക്ഷേ ചിലപ്പോ നിന്റെ ഈ മുത്തുമാല പിടിക്കാതെ. നീ ഇതിട്ടോ. എന്നടി ഇത്? സ്വർണ്ണമാലയല്ലവാ? അതെ, തൽക്കാലം ഇത് നിന്റെ കഴുത്തിൽ കിടക്കട്ടെ. നിന്നെ കാണാൻ വരുന്നവര് ഈ മാല കാണുമ്പോ നീ കാശ് സൂക്ഷിക്കുന്നവളും സമ്പാദിക്കുന്നവളുമാണെന്ന് മനസ്സിലാക്കും. നിന്നെ അവർക്ക് കൂടുതൽ ഇഷ്ടാവും. അയ്യോ വേണാ, അത് ശരി വരാത്. ശരിയാവും. നീ തിരിച്ചു വന്നിട്ട് തിരികെ തന്നാ മതി. ഞാൻ തിരുമ്പി വരലേനാ? എന്നാ നീ കൊണ്ടുവയ്ക്കോ, ഒരു സങ്കടവും ഉണ്ടാവില്ല. എന്റെ നഷ്ടങ്ങളുടെ കൂട്ടത്തിൽ ഇതൊന്നും ഒരു നഷ്ടമേ അല്ല. കാണാൻ വരുന്നവർക്ക് നിന്നെ ഇഷ്ടാവട്ടെ. നിനക്കെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം. ട്രെയിൻ മിസ്സാവും, വൈകണ്ട, വിട്ടോ. ഞാൻ കണ്ടിപ്പാ തിരുമ്പി വരും, പ്രോമിസ്. സന്തോഷത്തോടെ പോയിട്ടോ.
ആ വിനയനെ വിളിക്ക്. ചെന്ന് പറ അലക്സി കാണാൻ വന്നിരിക്കുന്നു. എന്താ മോനെ, എന്തു പറ്റി? എന്താ നീ രാത്രിയില്? നിങ്ങളുടെ മോനെ എന്നുള്ള വിളി എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങളുടെ യഥാർത്ഥ മോനുണ്ടല്ലോ, വിനയ ചന്ദ്രൻ, അവരൊരു ചതിയനാ, പേരും കള്ളൻ. അമ്മ, ഇയാൾ കുടിച്ചിട്ടെന്തോ വഴക്കിന് വന്നിരിക്കുക. ചേട്ടൻ ഇറങ്ങി വന്ന പ്രശ്നമാണെന്ന് ഉറപ്പാ. അലക്സി, നീ പോയിട്ട് നാളെ കാലത്ത് വാ. വിനയൻ ഉറങ്ങിക്കഴിഞ്ഞു. ഉറങ്ങിയാലേ വിളിച്ചുണർത്തണം. എന്നെ പറ്റിച്ചിട്ട് അവൻ കിടന്നങ്ങനെ സുഖമായിട്ട് ഉറങ്ങണ്ട. അലക്സി, നീ മദ്യപിച്ചിട്ടുണ്ട്. നാളെ സംസാരിക്കാം. ഇപ്പൊ മോൻ പോ. ആരാ അത്? ആഹാ, എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയല്ലോ. എന്താ അവര് മാത്രം പുറത്തു വരാൻ ഒരു മടി? വാതിലടച്ചകത്തിരിക്കാതെ എന്റെ മുന്നിലേക്ക് ഇറങ്ങി വരാൻ പറയാ തെണ്ടിയോട്. വിനേന്ദ്ര, ഇറങ്ങി പോടാ. എന്താ അലക്സി നിന്റെ പ്രശ്നം? നീ എന്തിനാ ഈ കോലത്തിൽ ഇവിടെ കയറി വന്നിരിക്കുന്നേ? പ്രശ്നം അവൻ എന്നെ തല്ലി, എന്റെ ഷർട്ടിന്റെ കുത്തിന് പിടിച്ചു. അലക്സിയുടെ കുത്തിന് പിടിക്കാൻ മാത്രം ഇലഞ്ഞിക്കൽ തറവാട്ടിലെ ഇളപുറക്കാരൻ വളർന്നിട്ടില്ല. എനിക്ക് അതിന് പ്രതികാരം ചെയ്തേ പറ്റൂ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ചെയ്തു കളയടാ. ഓ മോനെ വേണ്ട, വേണ്ട മോനെ, അങ്ങോട്ട് പോണ്ട. വേണ്ട മോനെ, ഞാൻ പറയുന്ന കേക്ക്. നീ അകത്ത് പോ. കയ്യിന്ന് വിട് രണ്ടാളും. ഇല്ല, ഇപ്പൊ നിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മോനെ, അവൻ വന്നിരിക്കുന്ന ബോധമില്ലാതെയാ. കൈ വിടാനാ പറഞ്ഞത്. ദേ, പാതിരാത്രി വീട്ടിൽ കയറി വന്ന് സീനുണ്ടാക്കാൻ നോക്കിയാ ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല. നീ പോവാൻ നോക്ക്. പോടാ പുല്ലേ. ഞാൻ നിന്നെ ക്ഷമയാചിക്കാനൊന്നും വന്നതല്ല. നിന്നെ നിന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്താനാടാ ഞാൻ വന്നത്. മതി, നീ ഫിറ്റാ. തിരിച്ചു പോകാൻ നോക്ക്. എന്തോ എങ്ങനെ? മാഷ് വല്ലതും പറഞ്ഞായിരുന്നോ? ഇതുവരെ ഒന്നും പറഞ്ഞില്ല. എന്നാ ഇപ്പൊ പറയുന്നു, നീ ഈ നിമിഷം ഈ കോമ്പൗണ്ടിൽ നിന്നും പുറത്തു പോണം. ഇറങ്ങി പോടാ. മുത്തശ്ശ, കിളവാ, എന്റെ കൈ കൊണ്ട് ഒരെണ്ണം കിട്ടിയാ പിന്നെ ഈ ജന്മത്തിൽ എഴുന്നേൽക്കത്തില്ല. മനസ്സിലായോ? നാവടക്കടാ തോന്നിയാസി. ഇനി നീ ആ മനുഷ്യന്റെ ദേഹത്ത് കൈവച്ചാ ആ കൈ ഞാൻ വെട്ടിയരി. അടുക്കളയിലെ നല്ല മീൻ വെട്ടുന്ന അറവ് കത്തി ഇരിപ്പുണ്ട്, എടുക്കണോ ഞാൻ? ഒന്ന് കിട്ടിയപ്പോ മോന്റെ കണ്ണീന്ന് പൊന്നീച്ച പറന്നു അല്ലേ? 10-30 കൊല്ലം കുട്ടികളെ പഠിപ്പിച്ചിട്ടും ഒന്നിനെ പോലും ഇന്ന് വരെ തല്ലിയിട്ടില്ല ഞാൻ. അതുകൊണ്ടാ ഇതുവരെ ഞാൻ ക്ഷമിച്ചത്. എന്നാലും നിന്റെ കരണക്കുറ്റിക്കൊന്ന് തരണമെന്ന് എന്റെ മനസ്സ് പറഞ്ഞിരുന്നു. ഭാഗ്യം അത് നടപ്പാക്കി, അത്ര തന്നെ. നീ ചെവിയിൽ നുള്ളിക്കോവനെ. തള്ളയുടെ പ്രായമുള്ള സ്ത്രീക്ക് ഞാൻ ഒരെണ്ണം കൊടുത്ത അവര് വീണ് ചത്തുപോവും. എന്റെ കൈ കൊണ്ട് ആ പാപം ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാ. പക്ഷെ നിനക്ക് ഞാൻ ഈ കിട്ടിയതിനു കൂടിയുള്ള മറുപടി തന്നിരിക്കും ഉടൻ തന്നെ. എന്താടാ അവനിങ്ങനെ കയറി വന്നത്? എന്താടാ അവനും നീ തമ്മിലുള്ള പ്രശ്നം? അതെ, നീ എന്തോ ചതിച്ചു പറ്റിച്ചു എന്നൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്ത് ചതിച്ച കാര്യം അവൻ ഉദ്ദേശിച്ചത്? അവൻ വെറുതെ കള്ളു കുടിച്ചിട്ട് തലക്ക് കയറിയതാ. മുത്തശ്ശ, നാളെ ബോധം തെളിയുമ്പോ എല്ലാം മാറിക്കോളും.
ഇത് വെറും കള്ളു തലയ്ക്ക് പിടിച്ച് വന്നൊന്നുമല്ല. ഏട്ടൻ എന്തോ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. ഇതാ രോഹിണിയായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉറപ്പാ. ഹലോ വിസ്മയ. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി തിരക്കിലാണോ? തിരക്കൊക്കെ അങ്ങനെ തന്നെ. ഞാൻ ഡ്യൂട്ടിയിലാ. നീ വാർഡിലേക്ക് വാ. ആ ശരി. വിസ്മയ, ദേ വണ്ണം വെച്ച് വരുക കേട്ടോ. ഇപ്പൊ വർക്കൗട്ട് ഒന്നും ഇല്ലല്ലേ? വലിയ ഡോക്ടറായിട്ടും സ്വന്തം ഹെൽത്തിനെ കുറിച്ച് ഒരു വിചാരവും ഇല്ലല്ലോ. ഡോക്ടർ ആയാലും കളക്ടർ ആയാലും കല്യാണം കഴിഞ്ഞ ഗതി ഇത് തന്നെയാ മോളെ. നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ സമയം കാണില്ല. പ്രത്യേകിച്ചും ഒരു പ്രസവം കൂടി കഴിഞ്ഞാ തലയിലെഴുത്ത് തന്നെ മാറിപ്പോവും. നോക്കിക്കോ. ഏയ് ഇതൊന്നുമല്ല. പണ്ട് കോളേജില് സീനിയർ ആയിരുന്നപ്പോ ഞങ്ങള് റാഗ് ചെയ്ത് കഷ്ടപ്പെടുത്തിയില്ലേ, അതിന്റെ ശിക്ഷയാ. ഓടി പെണ്ണെ, അതൊക്കെ അന്നത്തെ ഒരു രസം. അത് കഴിഞ്ഞല്ലേ നമ്മളിങ്ങനെ ചങ്ക് ഫ്രണ്ട്സ് ആയത്. അല്ല, എക്സാം എത്തിയല്ലോ. എങ്ങനെയുണ്ട് പ്രിപ്പറേഷൻസ് ഒക്കെ? സാരമില്ല. നമ്മുടെ റെബേക്ക ഇല്ലേ, അവളാ എനിക്കും കൂടി വേണ്ടി പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് കണ്ടടിച്ചെഴുതാന്നുള്ള മിനിമം ഗ്യാരണ്ടി ഉണ്ട്. നടന്നത് തന്നെ. എന്തായാലും ഇടയ്ക്കൊരു കോൺഫറൻസിന് നമ്മുടെ ഡോക്ടർ അന്ന കുര്യനെ കണ്ടിരുന്നു. റബേക്കയെക്കാളും കൂടുതൽ മാഡം സംസാരിച്ചത് നിന്നെ കുറിച്ചാ. നമ്മുടെ കോളേജിലെ അടുത്ത റാങ്ക് ഹോൾഡർ നീ ആയിരിക്കുമെന്ന മാഡത്തിന്റെ പ്രവചനം. മാഡത്തിന് നിന്നെ കുറിച്ച് പറയാൻ 100 നാവാ. ഓ ആയിക്കോട്ടെ. അല്ല, ഇപ്പൊ ചേച്ചി എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് പറ. എനിക്ക് പോയിട്ട് ആവശ്യമുണ്ട്. അതൊക്കെ പറയാം. ആദ്യം നമുക്കേ കഫറ്റീരിയയിൽ പോയി നല്ലൊരു കോഫി കുടിച്ചാലോ? ഇവിടെ നല്ല ബട്ടർ ബന്ന് കിട്ടും. അതിന് ചേച്ചി ഡ്യൂട്ടിയിലല്ലേ? ഡ്യൂട്ടിക്കിടയിലൊന്നും ഒരു കാപ്പി കുടിച്ചെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല കൊച്ചേ. നീ വാ ഇങ്ങോട്ട്. ഞാൻ നിന്നോട് കാണണമെന്ന് പറഞ്ഞത് വേറൊന്നിനുമല്ല. ഈ ഹോസ്പിറ്റൽ ഞങ്ങളുടെ കുടുംബ ട്രസ്റ്റിന്റേതാണെന്ന് നിനക്കറിയാലോ. എന്റെ അമ്മാവനാണ് ഡയറക്ടർ. ഭാവിയിൽ ഡോക്ടർ വിസ്മയുടെ സേവനം ഈ ഹോസ്പിറ്റലിന് വേണ്ടിവരും. ഞാൻ പറഞ്ഞപ്പോ അമ്മാവനും വലിയ താല്പര്യമുണ്ട്. എന്തു പറയുന്നു? പഠിച്ചിറങ്ങിയാ നിനക്കിവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഓ എന്റെ പൊന്ന് ചേച്ചി, അതിനൊക്കെ ഇനി ഒരുപാട് സമയമില്ലേ? ഇതിനാണോ ഇത്ര അത്യാവശ്യമായിട്ട് എന്നെ കാണാൻ വിളിച്ചത്? അതല്ലടി, റാങ്ക് ഒക്കെ കിട്ടി നീ പഠിച്ചിറങ്ങുമ്പോ കൊത്തിക്കൊണ്ടു പോവാൻ ഒരുപാട് ആളുകളുണ്ടാവും. അത് അഡ്വാൻസ് ആയി മറ്റെവിടെയും പോകരുതെന്ന് പറയാൻ വേണ്ടി കൂടിയാ നിന്നെ വിളിച്ചത്. മനസ്സിലായോ? ഡോക്ടർ, ഒരു എമർജൻസി. ഓക്കെ ഓക്കെ, ദാ വരുന്നു. എടി മോളെ, അപ്പൊ നീ പൊയ്ക്കോ, ഞാൻ വിളിച്ചോളാം. ഓക്കെ, ശരി. ആ, ആളിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്.
ഒന്നും പറയാറായിട്ടില്ല. നീ ഉടനെ വാ, അതുവരെ ഞാനിവിടെ കാണും. നാശം. ചേട്ടാ എന്താ പറ്റിയത്? ഓ, എന്തു പറ്റാനാ, ഓരോരോ മെനക്കെട്ട കേസുകൾ. ഹോസ്റ്റലിൽ കിടന്ന് കൈമുറിച്ച് ചാവാൻ നോക്കിയത്. ഒരു തുണിക്കടയിൽ നിൽക്കുന്ന പെങ്കൊച്ചാന്നേ, പ്രേമമോ പ്രേമനൈരാശ്യമോ ഒക്കെ ആയിരിക്കും. വെറുതെ ഹോസ്റ്റലിൽ നടത്തുന്ന ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ? ഹലോ, ഞാനിവിടെ ഉണ്ട്. പക്ഷെ മരണം വരെ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ശാപം നിന്റെ തലയിലുണ്ടാവും. നിന്റെ സ്വന്തം ഏട്ടന്റെ സ്വന്തം കുഞ്ഞ് ഭൂമി കാണാതെ ചാപിള്ളയാവുന്നതിന്റെ കാരണക്കാരി നീ മാത്രമായിരിക്കും. മോനെ, എടുത്തു വച്ചിട്ടുണ്ട്, കാപ്പി കഴിച്ചിട്ട് പോ മോനെ. ഇപ്പൊ വേണ്ടമ്മേ, പോയിട്ട് അല്പം അത്യാവശ്യമുണ്ട്. ചേടാ, ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇവനിത് എന്ത് ഭാവിച്ചാണാവോ? ആരാ ഈ വിനയചന്ദ്രൻ, ഇലഞ്ഞിക്കൽ ഹൗസ്? ഞാനാണ് സർ. നിങ്ങളുടെ പേരിൽ വധശ്രമത്തിനൊരു കേസുണ്ട്. വധശ്രമത്തിനോ? ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.